മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. മഞ്ഞപ്പിത്തം വ്യാപിക്കാൻ കാരണം ഉപ്പിലിട്ട വസ്തുക്കളാണെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇവയുടെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചു. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട്, IPC ആക്ട് തുടങ്ങിയവ പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. ചൂട് വർദ്ധിച്ചതോടെ മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിലാണ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വ്യാപക പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസും കുടിവെള്ള പരിശോധന സർട്ടിഫിക്കറ്റും ഇല്ലാതെ പൊടിപടലങ്ങളാൽ ചുറ്റപ്പെട്ട തട്ടുകടകൾ, ഉപ്പിലിട്ടതും ജ്യൂസും വിൽക്കുന്ന കടകൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി. മഞ്ഞപ്പിത്തം വ്യാപിക്കാൻ കാരണം ഉപ്പിലിട്ട വസ്തുക്കളാണെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇവയുടെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചു. ഉപ്പിലിട്ട പഴവർഗ്ഗങ്ങൾ, കുൽക്കി സർബത്ത്, ദം സോഡ, മസാല സോഡ, എരിവും പുളിയും മറ്റ് മസാലക്കൂട്ടുകൾ ചേർത്തുള്ള പാനീയങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം. മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗഭീഷണി നേരിടുന്ന അവസരത്തിൽ ഇത്തരം പാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, കുടിച്ചതിനു ശേഷം ഗ്ലാസുകൾ കഴുകുന്ന രീതി എന്നിവയും ആരോഗ്യവകുപ്പ് പരിശോധിച്ചു. മിക്കയിടങ്ങളിലും ആളുകൾ കുടിച്ച ഗ്ലാസുകൾ ഒരു ബക്കറ്റിലിട്ടാണ് കഴുകുന്നത്. ഇത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. എരിവും പുളിയും മറ്റു മസാലക്കൂട്ടുകൾ ചേർത്തുള്ള പാനീയങ്ങൾ കിഡ്നി, കരൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. നോമ്പുകാലത്ത് ഉപ്പിലിട്ടത് വിൽക്കുന്ന കടകൾ വർദ്ധിക്കുകയും ഇത്തരം കടകൾക്കെതിരെ വ്യാപക പരാതി ഉയർന്നുവരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധനയ്ക്കായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അരവിന്ദൻ തന്നെ നേരിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം രംഗത്തിറങ്ങിയത്. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട്, IPC ആക്ട് തുടങ്ങിയവ പ്രകാരം നടപടി സ്വീകരിക്കും. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സമീർ, JHI ഗിരീഷ്, വിജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.